ചൊക്രമുടിയിലെ അനധികൃത കയ്യേറ്റത്തിനും നിർമ്മാണത്തിനുമെതിരെ സർക്കാർ നടപടി. 4 പട്ടയങ്ങൾ റദ്ദാക്കി. 13 ഏക്കർ 79 സെന്റ് സ്ഥലം തിരികെ പിടിച്ച റവന്യൂ വകുപ്പ്. കയ്യേറ്റം ആദ്യമായി പുറം ലോകത്തെ അറിയിച്ചതു മുതൽ സർക്കാർ നടപടിയെടുക്കുന്നതുവരെ മീഡിയാനെറ്റ് നിരന്തരം വാർത്തകൾ സംപ്രേഷണം ചെയ്തു. ചൊക്രമുടി സംരക്ഷണ സമിതിയുടെ പോരാട്ടത്തിനൊപ്പം ക്യാമറ ചലിപ്പിച്ച മീഡിയാനെറ്റിനും ഇത് അഭിമാന നിമിഷമാണ്. വ്യാപകമായി കയ്യേറ്റവും അനധികൃത നിർമ്മാണവും നടന്ന ഇടുക്കി ചൊക്രമുടിയിൽ ഒടുവിൽ സർക്കാർ നടപടി. ചൊക്രമുടി മലനിരയിലെ സർവേ നമ്പർ 27/1 ഉൾപ്പെട്ട സർക്കാർ ഭൂമിയിൽ നിയമവിരുദ്ധമായി പതിച്ചു നൽകിയ 13 ഏക്കർ 79 സെന്റ് ഭൂമിയുടെ പട്ടയം ദേവികുളം സബ് കളക്ടർ റദ്ദാക്കി. 4 പട്ടയങ്ങൾ റദ്ദാക്കിയാണ് ഇത്രയും ഭൂമി സർക്കാരിലേക്ക് തിരിച്ചു പിടിച്ചത്. ഞങ്ങൾ ഈ സമരത്തെ വിജയകരമായിട്ടാണ് ഇന്നത്തെ ഇത് കാണുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇത് തുടരുക തന്നെ ചെയ്യും. കാരണം ചിന്നക്കനാലും വൈശമാലിയുടെ വിവിധ ഭാഗങ്ങളിലും നിരവധി സ്ഥലങ്ങൾ കള്ളപ്പട്ടയങ്ങൾ ഉണ്ടാക്കി കെട്ടിടങ്ങൾ നിർമ്മിച്ചു വരുന്നുണ്ട്. രായും പകലും ഒന്നുമില്ലാതെ പണി നടക്കുകയാണ്. ഞങ്ങളുടെ ശ്രദ്ധയിൽ അതെല്ലാം പെട്ടിട്ടുണ്ട്. അതിന് ചിന്നക്കനാൽ വില്ലേജിലേക്ക് ഈ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഒരു ജാഥയായിട്ട് പോയി ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ഈ സമിതി തീരുമാനിച്ചിട്ടുണ്ട്. കയ്യേറ്റക്കാർക്കെതിരെ കൃത്രിമ രേഖ ചമയ്ക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാനും ഉത്തരവുണ്ട്. റദ്ദാക്കിയ പട്ടയങ്ങൾ 4 ദേവികുളം താലൂക്കിലെ ബൈസൺവാലി വില്ലേജിൽ ഉൾപ്പെടുന്നതാണ്. ചൊക്രമുടിയിൽ ഭൂമി കയ്യേറ്റം നടക്കുന്നതായി വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മന്ത്രി കെ രാജന്റെ നിർദ്ദേശപ്രകാരം സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ അന്വേഷണത്തിന് നിയോഗിച്ചിരുന്നു. സംഘത്തിന്റെ പരിശോധനയെ തുടർന്ന് വ്യാജരേഖകൾ ചമച്ച് ഭൂമി കയ്യേറിയതായി സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ട് സബ് കളക്ടർ സമർപ്പിച്ചു. അന്വേഷണത്തിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനു പുറമെ കുറ്റാരോപിതരുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 1964 കേരള ഭൂപതിവ് ചട്ടപ്രകാരം നടപടി സ്വീകരിച്ചത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് സർവേയർ ഉൾപ്പെടെ 4 ഉദ്യോഗസ്ഥർക്കെതിരെയും നേരത്തെ അച്ചടക്ക നടപടിയെടുത്തിരുന്നു. ബൈസൺവാലിയെ സംബന്ധിച്ച് ബൈസൺവാലിയുടെ ഒരു ചരിത്രം തന്നെ ആദ്യമകാലത്ത് ഇവിടെ കുടിയേറി പാർത്ത സാധാരണക്കാരായ കൃഷികളെ ഏറുമാടത്തിൽ കൂടെ ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. അപ്പോൾ ഒരു ആനയോ കാട്ടുപോത്തോ ഒക്കെ ഇവിടെ വന്യമൃഗങ്ങൾ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏറുമാടത്തിൽ നിന്ന് ഹലോ ഓ ഓ ഒച്ച വെച്ച് അങ്ങനെയുള്ള ഒച്ചകൾ വെച്ച് ഈ മറ്റുള്ള ആളുകളെ അറിയിച്ചുകൊണ്ടിരുന്ന ഒരു വലിയൊരു ഐക്യത്തിന്റെ ഒരു നാടാണ് ഈ ബൈസൺവാലി എന്ന് പറയുന്നത്. അപ്പൊ ഈ ബൈസൺവാലിയ മലയെ പുറത്തു നിന്നുള്ള ആളുകൾ വന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചപ്പം അതിനെതിരെ ശബ്ദമുയർത്തിയ ഐക്യത്തിന്റെ ഒരു നാടായിട്ട് വലിയൊരു ശബ്ദം ഉയർത്തി ഈ നാട്ടിലെ ജനങ്ങളെ ഉണർത്തിക്കൊണ്ട് അവരെല്ലാം കൂടെ ഒന്നിച്ചു നിന്ന് നടത്തിയ ഒരു പോരാട്ടത്തിന്റെ വിജയമാണ് ഇന്ന് ഈ 4 പട്ടയങ്ങൾ ഇവിടെ റദ്ദ് ചെയ്തിരിക്കുന്നത്. ജോജി ജോൺ, ന്യൂസ് ബ്യൂറോ, രാജകുമാരി.